Welcome to Learnino. ഇന്ന് നമ്മൾ ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെന്റ്സ് ഈ ഒരു ചാപ്റ്ററിലെ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. നമുക്കിപ്പോൾ ഒരു എലമെന്റിനെ അതിന്റെ കമ്പൈൻഡ് സ്റ്റേറ്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യണം അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് നമുക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ എലമെന്റ് തന്നെ വെറൈറ്റി ഓഫ് കോമ്പൗണ്ട്സിൽ പ്രസന്റ് ആയിട്ടുണ്ടാവും. പ്രോസസ് ഓഫ് മെറ്റലർജി ആൻഡ് ഐസൊലേഷന്റെ നെസസറി ആയിട്ടുള്ള കണ്ടീഷൻ ആണ് കെമിക്കലി ഫീസിബിൾ ആൻഡ് കൊമേഴ്ഷ്യലി വയബിൾ ആയിരിക്കണം ആ പ്രോസസ്സസ് എല്ലാം തന്നെ. ഓക്കെ, ഇനി എക്സ്ട്രാക്ഷൻ പ്രോസസ് ഓഫ് മെറ്റൽസിന്റെ കേസ് പറയുകയാണെങ്കിൽ ചില മെറ്റൽസിന്റെ എക്സ്ട്രാക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജനറൽ പ്രിൻസിപ്പിൾസ് മിക്ക മെറ്റൽസിനും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ മെറ്റലിനെ ഒബ്റ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യണം അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ഫസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ എവിടെയാണ് ആ ഒരു മിനറൽ അല്ലെങ്കിൽ മെറ്റൽ നാച്ചുറലി ഒക്കർ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കും. ഓക്കെ, മൈനിങ് പ്രോസസ്സ് വഴിയാണ് നമ്മൾ ഇത് മെയിൻലി ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു മെറ്റൽ തന്നെ പല മിനറൽസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പക്ഷെ ചിലത് മാത്രമേ വയബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ നമുക്ക് യൂസ് ചെയ്യാനുള്ള ആ ഒരു മെത്തേഡിന്. ഓക്കെ, അപ്പൊ അങ്ങനെ വയബിൾ ആയിട്ടുള്ള മിനറൽ സോഴ്സസിനെയാണ് നമ്മൾ ഓർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓറിൽ ഡിസൈഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആയിരിക്കും മെയിൻലി ഉണ്ടാവുക. അതിൽ അൺഡിസൈറബിൾ മെറ്റീരിയൽസ്, അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എർത്ത്ലി മെറ്റീരിയൽസ് ഉണ്ടാവും. ആൻഡ് ദീസ് കണ്ടാമിനേറ്റഡ് ഓർ അൺഡിസൈഡ് മെറ്റീരിയൽസ് ആർ റെഫേർഡ് ഓർ നോൺ ആസ് ഗാങ്. നമ്മൾ ഒരു മെറ്റലിനെ അതിന്റെ ഓറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് ഐസൊലേറ്റ് ചെയ്തെടുക്കാനായിട്ട് മെയിൻലി 3 സ്റ്റെപ്സ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഓർ ആണ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഐസൊലേഷൻ ഓഫ് മെറ്റൽ ഫ്രം ഇറ്റ്സ് കോൺസെൻട്രേറ്റഡ് ഓർ. ദെൻ തേർഡ് സ്റ്റെപ്പ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽ ആണ്. ഓക്കെ, നമ്മൾ ആ ഒരു പ്രോസസ്, അതായത് സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ പ്രോസസ് നമ്മൾ എൻറ്റയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് ഐസൊലേഷൻ ഓഫ് മെറ്റലിന് വേണ്ടിയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെല്ലാം കൂടി നമ്മൾ ടോട്ടലി പറയുന്ന പേരാണ് മെറ്റലർജി എന്നുള്ളത്. ഓക്കെ, ഇനി ഒക്കറൻസസ് ഓഫ് മെറ്റൽ നോക്കുകയാണെങ്കിൽ മെറ്റൽ ലിസ്റ്റിൽ അലൂമിനിയം ആണ് മോസ്റ്റ് അബുണ്ടന്റ് ആയിട്ടുള്ള മെറ്റൽ. ദെൻ നമ്മുടെ എർത്ത് ക്രസ്റ്റിൽ സെക്കൻഡ് മോസ്റ്റ് അബുണ്ടന്റ് ആയിട്ടുള്ള മെറ്റൽ ആണ് അയൺ. അപ്പൊ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെറ്റൽസും അതിന്റെ ഓർസും ആണ് നമ്മൾ ഈ ഒരു ടേബിളിൽ ഇവിടെ അനലൈസ് ചെയ്യുന്നത്. അലൂമിനിയത്തിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓറാണ് ബോക്സൈറ്റ്. അതിന്റെ കെമിക്കൽ കമ്പോസിഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഒരു ഓറാണ് അലൂമിനിയത്തിന്റെ കാവോലിനൈറ്റ് എന്ന് പറയുന്നത്. അതൊരു ടൈപ്പ് ഓഫ് ഫോം ഓഫ് ക്ലേ ആണ് ആക്ച്വലി. ദെൻ അയൺ ഓർസ് ആണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ് ആൻഡ് അയൺ പൈറൈറ്റ്സ്. ദെൻ കോപ്പർ ഓർ നോക്കുകയാണെങ്കിൽ കോപ്പർ പൈറൈറ്റ്സ്, മാലക്കൈറ്റ്, കുപ്രൈറ്റ് ആൻഡ് കോപ്പർ ഗ്ലാൻസ്. ദെൻ ലാസ്റ്റ് സിങ്ക് ഓർ ആണ് സിങ്ക് ബ്ലെൻഡ് ഓർ സ്പാലറൈറ്റ്, കാലമിൻ ആൻഡ് സിങ്കൈറ്റ്. ഫസ്റ്റ് നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് ഓർസിൽ വരുന്ന പ്രോസസ്സ് ഏതൊക്കെയാന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഓറിൽ അൺവാണ്ടഡ് മെറ്റീരിയൽസ് ഉണ്ടാവും പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഒരു അൺവാണ്ടഡ് മെറ്റീരിയൽസിനെ ലൈക്ക് സാൻഡ്, ക്ലേ, ഇതിനെല്ലാം നമുക്ക് റിമൂവ് ചെയ്യണം ഫസ്റ്റിൽ തന്നെ. അപ്പൊ ആ ഒരു റിമൂവൽ ഓഫ് അൺവാണ്ടഡ് മെറ്റീരിയൽസ് ഫ്രം ദി ഓർ, ആ ഒരു പ്രോസസ് ആണ് കോൺസെൻട്രേഷൻ, ഡ്രസ്സിങ്, ബെനിഫാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഗ്യാങ് പാർട്ടിക്കിൾസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ അതുപോലെ തന്നെ ആ ഒരു മെറ്റലിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിൽ ഇൻവോൾവ് ആവുന്ന സ്റ്റെപ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് കോൺസെൻട്രേഷൻ ഓഫ് ഓറിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പ്രൊസീജിയേഴ്സ് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് ഹൈഡ്രോളിക് വാഷിംഗ് ആണ്. ഇത് മെയിൻ ആയിട്ട് ഓറിന്റെ ഗ്രാവിറ്റിനെയും അതുപോലെ തന്നെ ഗ്യാങ് പാർട്ടിക്കിൾസിന്റെ ഗ്രാവിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഹൈഡ്രോളിക് വാഷിംഗ് ബേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ടൈപ്പ് ഓഫ് ഗ്രാവിറ്റി സെപ്പറേഷൻ ആണ് നമുക്ക് പറയാം. എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ പൗഡേർഡ് ഓർസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ പൗഡേർഡ് ഓർസിനെ നമ്മൾ വാഷ് ചെയ്യാനായിട്ട് അപ്വേർഡ് സ്ട്രീം ഓഫ് റണ്ണിങ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ലൈറ്റർ ആയിട്ടുള്ള ഗ്യാങ് പാർട്ടിക്കിൾസ് വാഷ് അവേ ആയി പോവും ആൻഡ് ഹെവിയർ ഓർസ് അവിടെ ലെഫ്റ്റ് ഓവർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഹൈഡ്രോളിക് വാഷിംഗിൽ നടക്കുന്നത്. ദെൻ മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്.
അത് ഓർ കമ്പോണൻസിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ഉള്ളത്. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഓർ അല്ലെങ്കിൽ ഗാങ്, ഏതെങ്കിലും ഒന്ന് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ട് അട്രാക്ട് ആവും. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഇവിടെ ആ ഒരു സെപ്പറേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻ കേസ് ഓഫ് അയൺ ഓർസിലൊക്കെ നമ്മൾ ഈ ഒരു മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഗ്രൗണ്ട് ആയിട്ടുള്ള ഓറ് നമ്മൾ മാഗ്നറ്റിക് റോളറിൽ കൂടി പാസ് ഓവർ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡാണ്. അപ്പൊ ഈ ഒരു മെത്തേഡ് നമ്മൾ ഗാങ് പാർട്ടിക്കിൾസിനെ സൾഫൈഡ് ഓർസിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ടാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒരു പ്രോസസ്സിൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. വാട്ടറിൽ നമ്മൾ സസ്പെൻഡഡ് ആയിട്ടുള്ള പൗഡേർഡ് ഓർ ആഡ് ചെയ്യാണ്. അതിലേക്ക് വീണ്ടും നമ്മൾ കളക്ടേഴ്സ് ആൻഡ് ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സ് ആഡ് ചെയ്യുന്നു. കളക്ടേഴ്സ് ലൈക്ക് പൈൻ ഓയിൽസ്, ഫാറ്റി ആസിഡ്സ്, സാൻഡേറ്റ്സ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, which enhances non-wettability of the mineral particles. Then നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സ് ഏതൊക്കെയാണ്? ക്രീസോൾസ് ആൻഡ് അനിലിൻ. അത് ഫ്രോത്തിനെ സ്റ്റെബിലൈസ് ചെയ്യാനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മിനറൽ പാർട്ടിക്കിൾസ് ഓയിൽസ് വെച്ചിട്ട് വെറ്റ് ഡൗൺ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഗാങ് പാർട്ടിക്കിൾസ് നമ്മൾ വെറ്റ് ചെയ്യിക്കുന്നത് വാട്ടർ കൊണ്ടിട്ടാണ്. ഓക്കെ, അപ്പൊ ഒരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള പാഡിൽ ഈ ഒരു മിക്സ്ചറിനെ എജിറ്റേറ്റ് ചെയ്യിക്കുകയാണ്. അതുപോലെ തന്നെ ഔട്ട്സൈഡിലുള്ള എയറിനെ അത് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട് ആ ഒരു റൊട്ടേറ്റിംഗ് പാഡിൽ. ആൻഡ് ആസ് എ റിസൾട്ട് എന്താണ് നടക്കുന്നത്? അവിടെ ഫ്രോത്ത് ഫോർമേഷൻ നടക്കുന്നു, വിച്ച് ക്യാരീസ് ദി മിനറൽ പാർട്ടിക്കിൾസ്. ലൈറ്റർ ആയിട്ടുള്ള ഫ്രോത്ത് ഒരു പാർട്ടിക്കിൾ ആയിരിക്കും ഫ്രോത്ത് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പിന്നീട് സ്കിംഡ് ഓഫ് ചെയ്ത് കളയുന്നു. ഇറ്റ് ഈസ് ദെൻ ഡ്രൈഡ് ഫോർ റീകവറി ഓഫ് ദി ഓർ പാർട്ടിക്കിൾസ്. ഓക്കെ, ചില സമയത്ത് നമുക്ക് രണ്ട് സൾഫൈഡ് ഓർസിനെ ഈ ഒരു പ്രോസസ്സ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ബൈ അഡ്ജസ്റ്റിംഗ് പ്രൊപ്പോർഷൻ ഓഫ് ഓയിൽ ടു വാട്ടർ ഓർ ബൈ യൂസിങ് ഡിപ്രസൻസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഓർ കണ്ടെയ്നിങ് സിങ്ക് സൾഫൈഡ് ആൻഡ് ലെഡ് സൾഫൈഡ്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിപ്രസന്റ് എന്ന് പറയുന്നത് സോഡിയം സയനൈഡ് ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോസസ്സ് വരുന്നത് ലീച്ചിങ് ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴാന്ന് പറഞ്ഞാൽ ഓർ ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെന്റിൽ സോലുബിൾ ആവുന്ന കേസിലാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ബോക്സൈറ്റിൽ നിന്ന് ഉള്ള അലൂമിനിയയുടെ ലീച്ചിങ് പ്രോസസ് ആണ്. അപ്പൊ അലൂമിനിയത്തിന്റെ ചീഫ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഒരു ഓറാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. അതിൽ യൂഷ്വലി കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ് സിലിക്കൺ ഡയോക്സൈഡ്, അയൺ ഓക്സൈഡ്സ്, ടൈറ്റാനിയം ഓക്സൈഡ്. ഓക്കെ, ഇതെല്ലാം. അപ്പൊ ഇതെല്ലാം ഇംപ്യൂരിറ്റീസ് ആയിട്ടായിരിക്കും ഈ ഒരു ബോക്സൈറ്റ് ഓറിൽ പ്രസന്റ് ആയിട്ടുള്ളത്. നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ ഒരു പൗഡേർഡ് ഓറിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡിലേക്ക് അറ്റ് അറൌണ്ട് 473 to 523 കെൽവിനിലും 35 to 36 ബാർ പ്രഷറിലും നമ്മൾ ഡൈജസ്റ്റ് ചെയ്യിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് Al2O3നെ പ്രൊഡക്റ്റ് ആയിട്ട് ലീച്ച് ഔട്ട് ചെയ്തെടുക്കാം. അതായത് സോഡിയം അലൂമിനേറ്റിനെ. ഇംപ്യൂരിറ്റീസ് എല്ലാം അവിടെ ലെഫ്റ്റ് ഓവറും ആയിരിക്കും. അപ്പൊ ഇതാണ് അവിടെ ഒക്കർ ചെയ്യുന്ന ഒരു റിയാക്ഷൻ. ആ സൊല്യൂഷനിലുള്ള അലൂമിനേറ്റിനെ നമ്മൾ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് പാസ് ചെയ്തിട്ട് ന്യൂട്രലൈസ് ചെയ്യിക്കുകയാണ്. ആൻഡ് ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള Al2O3 അവിടെ പ്രസിപ്പിറ്റേറ്റും ആവും. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ സൊല്യൂഷൻ നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്യാണ് യൂസിങ് സാമ്പിൾസ് ഓഫ് ഹൈഡ്രേറ്റഡ് Al2O3 which induces the precipitation. സൊല്യൂഷനിൽ സോഡിയം സിലിക്കേറ്റ് റിമെയിൻ ചെയ്യുന്നു ആൻഡ് ഹൈഡ്രേറ്റഡ് അലുമിനിയം നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്ത് ഡ്രൈഡ് ഔട്ട് ചെയ്ത് ഹീറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് നമുക്ക് ഫൈനലി കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പ്യുവർ Al2O3. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലീച്ചിങ് പ്രോസസ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് സിൽവറിന്റെ ഗോൾഡിന്റെ ഒക്കെ മെറ്റലർജിക്കൽ പ്രോസസ്സിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ റെസ്പെക്റ്റീവ് മെറ്റൽസ് നമ്മൾ ലീച്ച് ഔട്ട് ചെയ്തെടുക്കുന്നത് യൂസിങ് ഡൈലൂട്ട് സൊല്യൂഷൻ ഓഫ് സോഡിയം സയനൈഡ് ഓർ പൊട്ടാസ്യം സയനൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. ഇനി കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്ന് ഉള്ള എക്സ്ട്രാക്ഷൻ നോക്കാം. അതായത് ക്രൂഡ് മെറ്റലിന്റെ എക്സ്ട്രാക്ഷൻ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. ഓക്കെ, അപ്പൊ കോൺസെൻട്രേറ്റഡ് ഓർ ഫസ്റ്റ് നമുക്ക് കൺവേർട്ട് ചെയ്യണം. റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഫോമിലേക്ക് നമ്മൾ ആദ്യമേ കൺവേർട്ട് ചെയ്യണം. യൂഷ്വലി നമ്മൾ സൾഫൈഡ് ഓർ റിഡക്ഷന് മുമ്പ് അതിന്റെ റെസ്പെക്റ്റീവ് ഓക്സൈഡിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സൈഡിലേക്ക് കൺവേർട്ട് ചെയ്താൽ അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ്. ഓക്കെ,
ഐസൊലേഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓറിൽ മെയിൻ ആയിട്ട് 2 സ്റ്റെപ്സ് ആണ് വരുന്നത്. കൺവേർഷൻ ടു ഓക്സൈഡ് ആൻഡ് റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ടു മെറ്റൽ. അതിൽ ഫസ്റ്റ് മെത്തേഡ് വരുന്നത് കാൽസിനേഷൻ പ്രോസസ് ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ്. അപ്പൊ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വോളറ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ മാറ്റർ അവിടെ എസ്കേപ്പ് ആവും. നമുക്ക് ഫൈനലി കിട്ടുന്നത് എന്താണ്? ആ ഒരു കറസ്പോണ്ടിങ് മെറ്റൽ ഓക്സൈഡ് ആയിരിക്കും നമുക്ക് പ്രൊഡക്റ്റിൽ കിട്ടുന്നത്. അപ്പൊ സിങ്ക്, കാൽഷ്യം ആൻഡ് അയൺ ഈ ഒരു പ്രോസസ്സ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത് കൂടുതലും. ഇനി നെക്സ്റ്റ് റോസ്റ്റിംഗ് ആണ്. അപ്പൊ ഈ ഒരു റോസ്റ്റിംഗ് പ്രോസസ്സിൽ എയറിന്റെ പ്രസൻസിൽ ഓറിനെ ഹീറ്റ് ചെയ്യിക്കുകയാണ് ഒരു ഫർണസിൽ അറ്റ് എ ടെമ്പറേച്ചർ ബിലോ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദി മെറ്റൽ. നമ്മൾ സൾഫൈഡ് ഓർസിന്റെ റിയാക്ഷൻ ആണ് മെയിൻലി ഇത് വെച്ചിട്ട് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതായത് സിങ്ക് സൾഫൈഡ്, ലെഡ് സൾഫൈഡ്, കോപ്പർ സൾഫൈഡിന്റെയൊക്കെ നമ്മൾ ഈ ഒരു റോസ്റ്റിംഗ് പ്രോസസ്സ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ റിവർബറേറ്ററി ഫർണസിലായിരിക്കും സൾഫൈഡ് ഓർസ് ഓഫ് കോപ്പർ നമ്മൾ ഹീറ്റ് ചെയ്യിക്കുന്നത്. ഇനി ഓർസ് കണ്ടെയ്നിങ് അയണിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ഹീറ്റ് ചെയ്യിക്കുന്നതിന് മുമ്പ് അതിലേക്ക് സിലിക്ക ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അയൺ ഓക്സൈഡ് സ്ലാഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യും ആസ് അയൺ സിലിക്കേറ്റ് ആൻഡ് കോപ്പർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ഫോം ഓഫ് കോപ്പർ മാറ്റ് വിച്ച് കണ്ടെയ്ൻസ് കോപ്പർ സൾഫൈഡ് ആൻഡ് അയൺ സൾഫൈഡ്. നമുക്കിവിടെ കിട്ടുന്ന ഒരു സ്ലാഗ് കമ്പോണന്റ് ആണ് FeSiO3 എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ടു മെറ്റൽ ആണ്. ഇപ്പൊ റിഡക്ഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡിലും ഇവിടെയും എന്താണ് ഹീറ്റിംഗ് പ്രോസസ്സ് തന്നെയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻസ് ആഡ് ചെയ്യും. ആ റെഡ്യൂസിങ് ഏജന്റ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ആണ് ഇവിടെ ആ ഒരു റിഡക്ഷൻ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ചില മെറ്റൽ ഓക്സൈഡ്സ് പെട്ടെന്ന് തന്നെ റെഡ്യൂസ്ഡ് ആവും, പക്ഷെ ചിലത് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഏത് കേസിലായാലും ഹീറ്റിംഗ് ഇവിടെ റിക്വയർഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇനി നെക്സ്റ്റ് മെറ്റലർജിയിൽ പ്രോസസ്സിൽ വരുന്ന തെർമോഡൈനാമിക് പ്രിൻസിപ്പിൾ നോക്കാം. അപ്പൊ ഇവിടെ ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ G = ഡെൽറ്റ H മൈനസ് T ഡെൽറ്റ S. ഡെൽറ്റ H എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എൻതാൽപ്പി, then T is the temperature and delta S is the change in entropy. Or delta G0 = minus RT into natural logarithm of K. ഇവിടെ K എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുള്ളൂ. ഇനി ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ് ആൻഡ് ഓൾസോ ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പൊ എന്താണ് വാല്യൂ ഓഫ് ടി ഡെൽറ്റ എസ് ഇൻക്രീസ് ചെയ്താൽ മാത്രമേ ഡെൽറ്റ ജി അവിടെ നെഗറ്റീവ് ആവുള്ളൂ. നമ്മൾ ഒരു സിസ്റ്റത്തിൽ റിയാക്ടൻസും പ്രൊഡക്ട്സും ഒരുമിച്ചിട്ടിരിക്കുകയാണ് ആൻഡ് ഓൾസോ നെറ്റ് ഡെൽറ്റ ജി ഓഫ് ദി ടു പോസിബിൾ റിയാക്ഷൻസ് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ ആ ഒരു ഓവറോൾ റിയാക്ഷൻ ഒക്കർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ആ ഒരു പ്രോസസ്സിന്റെ ഇന്റർപ്രിട്ടേഷനിൽ മെയിൻ ആയിട്ട് 2 റിയാക്ഷന്റെ കപ്ലിംഗ് ആണ് വരുന്നത്. അതായത് ഗെറ്റിംഗ് ദി സം ഓഫ് ദെയർ ഡെൽറ്റ ജി ആൻഡ് ലുക്കിംഗ് ഫോർ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് സൈൻ. അപ്പൊ ഇത് നമുക്ക് ഗിബ്സ് എനർജി വെർസസ് ടെമ്പറേച്ചർ പ്ലോട്ട് വെച്ചിട്ട് ഇത് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു പ്ലോട്ടിന് നമ്മൾ പറയുന്ന പേരാണ് എല്ലിൻഗം ഡയഗ്രാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു റിഡക്ഷൻ ടൈമിലൊക്കെ ഫീസിബിലിറ്റി ഓഫ് തെർമൽ റിഡക്ഷൻ ഓഫ് ഓറിനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു എല്ലിൻഗം ഡയഗ്രാം വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ക്രൈറ്റീരിയൻ ഓഫ് ഫീസിബിലിറ്റി ഈസ് ദാറ്റ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഗിബ്സ് എനർജി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കണം. ഇനി റെഡ്യൂസിങ് ഏജന്റ് ഫോംസ് ഇസ് ഓക്സൈഡ് വെൻ ദി മെറ്റൽ ഓക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ്. റോൾ ഓഫ് റെഡ്യൂസിങ് ഏജന്റ് എന്താണ് ഇവിടെ? ടു പ്രൊവൈഡ് ഡെൽറ്റ G0 നെഗറ്റീവ് ആൻഡ് ലാർജ് ഇനഫ് ടു മേക്ക് ദ സം ഓഫ് ഡെൽറ്റ G0 ഓഫ് ദ ടു റിയാക്ഷൻസ് നെഗറ്റീവ്. റിഡക്ഷന്റെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? മെറ്റൽ ഓക്സൈഡ് അവിടെ ഡീകമ്പോസ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ വരുന്നത് എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ ഫ്രം ഇറ്റ്സ് ഓക്സൈഡ്സ്. അപ്പൊ നമ്മൾ ഓക്സൈഡ്സ് ഓഫ് അയണിനെ അതിന്റെ ഓറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന മെത്തേഡാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നു ത്രൂ കാൽസിനേഷൻ അല്ലെങ്കിൽ റോസ്റ്റിംഗ്. എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? ടു റിമൂവ് വാട്ടർ, ടു ഡീകമ്പോസ് കാർബണേറ്റ്സ് ആൻഡ് ടു ഓക്സിഡൈസ് സൾഫൈഡ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓക്സൈഡ് ഓർസ് ഓഫ് അയൺ ആഫ്റ്റർ കാൽസിനേഷൻ നമ്മൾ മിക്സ് ചെയ്യാണ് യൂസിങ് ലൈംസ്റ്റോൺ ആൻഡ് കോക്ക് ആൻഡ് ഫെഡ് ഇൻ ടു ബ്ലാസ്റ്റ് ഫർണസ് ഫ്രം ഇറ്റ്സ് ടോപ്പ്. അപ്പൊ ഇവിടെ
അയൺ ഓക്സൈഡ് അതിന്റെ കറസ്പോണ്ടിങ് മെറ്റൽ ആയിട്ട് അവിടെ റെഡ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു റിഡക്ഷൻ സ്റ്റെപ്പിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് FeO പ്ലസ് C gives Fe പ്ലസ് CO. അതായത് അയൺ ഓക്സൈഡിന്റെ റിഡക്ഷൻ നടക്കുന്നു ആൻഡ് ഓൾസോ കാർബൺ ഇവിടെ കാർബൺ മോണോക്സൈഡ് ആയിട്ട് ഓക്സിഡൈസ്ഡും ആവുന്നു. അപ്പൊ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നെറ്റ് ഗിബ്സ് എനർജി ചേഞ്ച് എന്താണ് ആവുന്നത്? ഡെൽറ്റ ജി C0 പ്ലസ് ഡെൽറ്റ ജി FeO Fe becomes ഡെൽറ്റ RG ഫൈനലി. ഇവിടെ കാണിച്ചിരിക്കുന്നത് എലിൻഗം ഡയഗ്രാം ആണ്. ഗിബ്സ് എനർജി വെർസസ് ടെമ്പറേച്ചർ പ്ലോട്ട് ഓഫ് ഫോർമേഷൻ ഓഫ് ഓക്സൈഡ്സ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ബ്ലാസ്റ്റ് ഫർണസിൽ അയൺ ഓക്സൈഡ് റിഡക്ഷൻ ഡിഫറെന്റ് ടെമ്പറേച്ചർ റേഞ്ചിലായിരിക്കും ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫർണസിന്റെ ബോട്ടത്തിൽ നിന്ന് ഹോട്ട് എയർ ബ്ലോൺ ഔട്ട് ചെയ്യുന്നുണ്ടാവും ആൻഡ് കോക്ക് ഈസ് ബേൺഡ് ടു ഗീവ് ടെമ്പറേച്ചർ അപ് ടു അബൌട്ട് 2200 കെൽവിൻ ഇൻ ലോവർ പോർഷൻ. അപ്പൊ ഒരു പ്രോസസ്സിന് റിക്വയർഡ് ആയിട്ടുള്ള ഹീറ്റിനെ കൂടുതലും സപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു കോക്ക് ബേണിംഗ് വഴിയാണ്. കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹീറ്റ് മൂവ്സ് ടു അപ്പർ പാർട്ട് ഓഫ് ദി ഫർണസ്. അപ്പർ പാർട്ടിൽ ടെമ്പറേച്ചർ ലോവർ ആയിരിക്കും ആൻഡ് അയൺ ഓക്സൈഡ്സ് കമ്മിങ് ഫ്രം ദ ടോപ്പ് ആർ റെഡ്യൂസ്ഡ് ഇൻ സ്റ്റെപ്സ് ടു അയൺ ഓക്സൈഡ്. ലോവസ്റ്റ് ആൻഡ് ഹയർ ടെമ്പറേച്ചർ റേഞ്ചിൽ ഒക്കർ ചെയ്യുന്ന ആ ഒരു റിഡക്ഷൻ റിയാക്ഷൻസ് മെയിൻ ആയിട്ട് ഡെൽറ്റ RG0യുടെ ടെമ്പറേച്ചറിനെ ആ ഒരു ഇന്റർസെക്ഷൻ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും മെയിൻലി ഇരിക്കുന്നത്. ലോവർ ടെമ്പറേച്ചർ റേഞ്ചിൽ ബ്ലാസ്റ്റ് ഫർണസിൽ ഒക്കർ ചെയ്യുന്ന റിയാക്ഷൻസ് നോക്കാം. അതായത് ഒരു 500 to 800 കെൽവിൻ ആയിരിക്കും ഈ ഒരു റിയാക്ഷൻസ് നടക്കുന്നത്. 3Fe2O3 plus CO gives 2Fe3O4 plus CO2. Then Fe3O4 plus 4CO gives 3Fe plus 4CO2. Then Fe2O3 plus CO gives 2FeO plus CO2. Then higher temperature that is 900 to 1500 Kelvin നടക്കുന്നതാണ്. C plus CO2 gives 2CO. Then FeO plus CO gives Fe plus CO2. ലൈംസ്റ്റോണും കാൽഷ്യം ഓക്സൈഡ് ആയിട്ട് ഡീകമ്പോസ്ഡ് ആവും വിച്ച് റിമൂവ്സ് സിലിക്കേറ്റ് ഇംപ്യൂരിറ്റി ഓഫ് ഓർ ആസ് സ്ലാഗ്. ഇവിടെ സ്ലാഗ് ഒരു മോൾട്ടൺ സ്റ്റേറ്റിലാണ് ആൻഡ് അത് അയണിൽ നിന്ന് സെപ്പറേറ്റ് ഔട്ട് ആവുകയും ചെയ്യും. അപ്പം നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്ന അയണിന് ഓൾമോസ്റ്റ് 4% ഓഫ് കാർബൺ ആൻഡ് മെനി ഇംപ്യൂരിറ്റീസ് അവിടെ പ്രസന്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇംപ്യൂരിറ്റീസ് ലൈക്ക് സൾഫർ, ഫോസ്ഫറസ്, സിലിക്കൺ, മാംഗനീസ് ഒക്കെയാണ് അവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. ഇതിനെ നമ്മൾ പിഗ് അയൺ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ആ ഒരു ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തെടുത്ത അയണിനെ നമ്മൾ പിഗ് അയൺ എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. അതിന് നമുക്ക് വേറെ പല വെറൈറ്റി ഓഫ് ഷേപ്സിലേക്ക് കാസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് പിഗ് അയണിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതായത് പിഗ് അയണെ മെൽറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ കാസ്റ്റ് അയൺ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അത് മെൽറ്റ് ചെയ്യുന്നത് യൂസിങ് സ്ക്രാപ്പ് അയൺ ആൻഡ് കോക്ക് ആണ് യൂസിങ് ഹോട്ട് എയർ ബ്ലാസ്റ്റ്. നമ്മൾ ഇങ്ങനെ ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്ന ആ ഒരു കാസ്റ്റ് അയണിന് കാർബൺ കണ്ടന്റ് കുറച്ചുകൂടി കുറവായിരിക്കും, about 3% ആയിരിക്കും ഉള്ളത് ആൻഡ് they will be extremely hard and brittle. ഇനി ഫർദർ ആയിട്ടുള്ള റിഡക്ഷൻസ് നോക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ അയണിന്റെ പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഫോംസ് ആണ് റോട്ട് അയൺ, മാലിബിൾ അയൺ. ഇതെല്ലാം ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? കാസ്റ്റ് അയണിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ബൈ ഓക്സിഡൈസിങ് ഇംപ്യൂരിറ്റീസ് ഇൻ എ റിവർബറേറ്ററി ഫർണസ് ലൈൻഡ് വിത്ത് ഹേമറ്റൈറ്റ്. ഹേമറ്റൈറ്റ് കാർബൺ മോണോക്സൈഡിലേക്ക് ഓക്സിഡൈസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ലൈംസ്റ്റോൺ നമ്മൾ ഫ്ലെക്സ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ സൾഫർ, സിലിക്കൺ ആൻഡ് ഫോസ്ഫറസ് ആർ ഓക്സിഡൈസ്ഡ് ആൻഡ് പാസ്ഡ് ഇൻ ടു സ്ലാഗ്. മെറ്റൽ റിമൂവ് ചെയ്യുന്നു ആൻഡ് ഫ്രീഡ് ഫ്രം സ്ലാഗ് ബൈ പാസിംഗ് ത്രൂ റോളേഴ്സ്. ഇനി നെക്സ്റ്റ് നമുക്ക് കുപ്രസ് ഓക്സൈഡിൽ നിന്നുള്ള കോപ്പറിന്റെ എക്സ്ട്രാക്ഷൻ നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് സൾഫൈഡ് ഓർസിനെ അതിന്റെ റെസ്പെക്റ്റീവ് ഓക്സൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് റോസ്റ്റ് ചെയ്യിക്കുകയാണ് അല്ലെങ്കിൽ സ്മെൽറ്റ് ചെയ്യിക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു ഓക്സൈഡിനെ നമുക്ക് ഈസിയർ ആയിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും യൂസിങ് കോക്ക് ടു മെറ്റാലിക് കോപ്പർ. ഇവിടെ ആക്ച്വൽ ആയിട്ട് നടക്കുന്ന പ്രോസസ്സ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ റിവർബറേറ്ററി ഫർണസിൽ ഓറിനെ, അതായത് കോപ്പർ ഓറിനെ ഹീറ്റ് ചെയ്യിക്കുന്നു ആഫ്റ്റർ മിക്സിംഗ് വിത്ത് സിലിക്ക. ഇപ്പൊ ഫർണസിൽ അയൺ ഓക്സൈഡ് സ്ലാഗ്സ് ഓഫ് ആസ് അയൺ സിലിക്കേറ്റ് ആൻഡ് കോപ്പർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ഫോം ഓഫ് കോപ്പർ മാറ്റ്. ദിസ് കണ്ടെയ്ൻസ് കോപ്പർ ഓക്സൈഡ്, copper sulfide and iron sulfide.
ഓക്കെ, അപ്പൊ FeSiO3 ആണ് ഇവിടെ സ്ലാഗ് ആയിട്ട് പ്രസന്റ് ആയിട്ടുള്ളത്. Then copper matte is then charged into silica lined converter. നമ്മൾ ഇതിലേക്ക് കുറച്ച് എമൗണ്ട് ഓഫ് സിലിക്ക കൂടി ആഡ് ചെയ്യുന്നുണ്ട്. റിമൈനിങ് ആയിട്ടുള്ള അയൺ സൾഫൈഡ്, അയൺ ഓക്സൈഡ്, കുപ്രസ് സൾഫൈഡ് ഓർ കുപ്രസ് ഓക്സൈഡ് ഇതെല്ലാം റെസ്പെക്റ്റീവ് ആയിട്ടുള്ള മെറ്റാലിക് കോപ്പറിലേക്ക് കൺവേർട്ട് ആവുകയാണ്. അവിടെ നടക്കുന്ന റിയാക്ഷൻ ഇതൊക്കെയാണ്. FeS plus 3O2 gives 2FeO plus 2SO2. Then FeO plus SiO2 gives FeSiO3. Then 2Cu2S plus 3O2 gives 2Cu2O plus 2SO2. And 2Cu2O plus Cu2S gives 6Cu plus SO2. ഇപ്പോൾ സോളിഡിഫൈഡ് ആയിട്ടുള്ള കോപ്പർ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിൽ ബ്ലിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കും ഡ്യൂ ടു ഇവല്യൂഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ്. അതിന് നമ്മൾ ആ ഒരു സോളിഡിഫൈഡ് കോപ്പറിന് നമ്മൾ പറയുന്ന പേരാണ് ബ്ലിസ്റ്റർ കോപ്പർ എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സ്ട്രാക്ഷൻ ഓഫ് സിങ്ക് ഫ്രം സിങ്ക് ഓക്സൈഡ് ആണ്. അപ്പൊ ഇവിടെ എന്താണ്, സിങ്ക് ഓക്സൈഡിന്റെ റിഡക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് യൂസിങ് കോക്ക്. ഈ ഒരു കേസിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോപ്പറിന്റെ കേസിലെക്കാട്ടും ഹയർ ആയിരിക്കും. ഹീറ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു പർപ്പസിന് നമ്മൾ ഓക്സൈഡ് ഈസ് മെയ്ഡ് ഇൻ ടു ബ്രിക്കറ്റ്സ് വിത്ത് കോക്ക് ആൻഡ് ക്ലേ. മെറ്റൽ ഡിസ്റ്റിൽ ഓഫ് ചെയ്യാണ് ആൻഡ് കളക്റ്റഡ് ബൈ റാപ്പിഡ് ചില്ലിംഗ് മെത്തേഡ്. നെക്സ്റ്റ് ഇലക്ട്രോ കെമിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് മെറ്റലർജി ആണ്. മെറ്റൽ അയോൺസിന്റെ ഒക്കെ റിഡക്ഷൻ നമ്മൾ മെയിൻ ആയിട്ട് ഇലക്ട്രോ കെമിക്കൽ പ്രോസസ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്, such as electrolysis. Delta G0 equal to minus NEF. N എന്ന് പറയുന്നത് number of electrons ആണ്. E is the electrode potential of redox couple formed in the system. Okay. അപ്പോൾ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിന് ലാർജ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള മെറ്റൽസിന്റെ റിഡക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, ലെസ് അല്ലെങ്കിൽ ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആയിരിക്കും സൊല്യൂഷനിൽ കം ഔട്ട് ചെയ്യുന്നത് ആൻഡ് മോർ റിയാക്റ്റീവ് മെറ്റൽ വിൽ ഗോ ടു ദി സൊല്യൂഷൻ. ഫോർ എക്സാമ്പിൾ Cu2 plus Fe gives Cu plus Fe2 plus. ഇപ്പൊ സിമ്പിൾ ഇലക്ട്രോളിസിസിൽ Mn പ്ലസ് അയോൺസ് ഡിസ്ചാർജ്ഡ് ആവും അറ്റ് നെഗറ്റീവ് ഇലക്ട്രോഡ് ആൻഡ് ഡിപ്പോസിറ്റഡ് ദയർ. അപ്പൊ നമ്മളിവിടെ പ്രിക്കോഷൻസ് ഒക്കെ അഡോപ്റ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു ഇലക്ട്രോ കെമിക്കൽ പ്രോസസ് അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ മോൾട്ടൺ മാസിന് അല്ലെങ്കിൽ അയോൺസിന് കൂടുതൽ കണ്ടക്റ്റിംഗ് ആക്കാനായിട്ട് നമ്മൾ ചില സമയത്ത് ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അലൂമിനിയത്തിന്റെ കേസിൽ ഇലക്ട്രോളിസിസ് എങ്ങനെയാണെന്ന് നോക്കാം. പ്യൂരിഫൈഡ് ആയിട്ടുള്ള Al2O3 നമ്മൾ Na3AlF വെച്ചിട്ട് മിക്സ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ സമയത്ത് ആ ഒരു മിക്സിന്റെ മെൽറ്റിംഗ് പോയിന്റിനെ അത് കുറച്ചിട്ട് കണ്ടക്ടിവിറ്റി അവിടെ വരുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫ്യൂസ്ഡ് മെട്രിക്സ് ഈസ് ഇലക്ട്രോലൈസ്ഡ്. Steel vessel with lining of carbon acts as cathode and graphite anode is used. അപ്പോൾ ഓവറോൾ റിയാക്ഷൻ ഇതാണ്. ഈ ഒരു ഇലക്ട്രോളിസിസ് പ്രോസസ്സിനെ ഫോർ എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയത്തിന് നമ്മൾ പറയുന്നത് ഹോൾ ഹെറോൾട്ട് പ്രോസസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോളിറ്റിക് സെല്ലിലാണ് നമ്മൾ ഈ ഒരു മോൾട്ടൺ മാസിന്റെ ഇലക്ട്രോളിസിസ് ക്യാരി ഔട്ട് ചെയ്യുന്നത് യൂസിങ് കാർബൺ ഇലക്ട്രോഡ്സ്. ആനോഡിൽ ഓക്സിജൻ ലിബറേറ്റ് ആവും ആൻഡ് ഇറ്റ് റിയാക്ട്സ് വിത്ത് കാർബൺ ഓഫ് ആനോഡ് പ്രൊഡ്യൂസിങ് കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് അലൂമിനിയം പ്രൊഡ്യൂസ്ഡ് ആവുന്നത്. ഓക്കെ, അപ്പൊ കാഥോഡിലും ആനോഡിലും ഒക്കറിയുന്ന റിയാക്ഷനും ഓവറോൾ റിയാക്ഷനും ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി കോപ്പർ ഫ്രം ലോ ഗ്രേഡ് ഓർസ് ആൻഡ് സ്ക്രാപ്സ് എങ്ങനെയാന്ന് നോക്കാം. കോപ്പർ ഹൈഡ്രോമെറ്റലർജി പ്രോസസ്സ് വെച്ചിട്ടാണ് നമ്മൾ ലോ ഗ്രേഡ് ഓർസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ലീച്ച്ഡ് ഔട്ട് യൂസിങ് ആസിഡ് ഓർ ബാക്ടീരിയ. Cu2 പ്ലസ് അയോൺസ് ഉള്ള ഒരു സൊല്യൂഷനെ നമ്മൾ സ്ക്രാപ്പ് അയോൺ അല്ലെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ് ആണ്. ചില സമയത്ത് എക്സ്ട്രാക്ഷന്റെ പ്രോസസ്സിൽ നമ്മൾ ഓക്സിഡേഷൻ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാറുണ്ട്, സച്ച് ആസ് ഇൻ കേസ് ഓഫ് നോൺ മെറ്റൽസ്. ഫോർ എക്സാമ്പിൾ ക്ലോറിന്റെ എക്സ്ട്രാക്ഷൻ ടൈമിൽ ഫ്രം ബ്രിൻ നമ്മൾ ഓക്സിഡേഷൻ ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു റിയാക്ഷൻ ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടിരിക്കുന്നത്. ഇവിടെ ഡെൽറ്റ G0 വാല്യൂ എന്ന് പറയുന്നത് +422 കിലോ ജൂൾ ആണ്. ആൻഡ് വി ഗെറ്റ് ഈസി, അതായത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ നമുക്ക് കിട്ടുന്നത് -2.2 വോൾട്ട് ആണ്. അപ്പൊ അതിനർത്ഥം എന്താണ്, നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ EMF എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2.2 വോൾട്ട് ആയിരിക്കണം. ഓക്കെ, പക്ഷെ ഇലക്ട്രോളിസിസിന് എക്സസ് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ആവശ്യമാണ് ടു ഓവർകം സം പ്രോബ്ലംസ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്,
Chlorine is obtained by electrolysis, giving out hydrogen and aqueous sodium hydroxide as byproduct. മോൾട്ടൺ സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോളിസിസ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്തു. പക്ഷെ ആ കേസിൽ സോഡിയം മെറ്റൽ ആയിരിക്കും പ്രൊഡ്യൂസ്ഡ് ആവുന്നത് ആൻഡ് നോട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ഇനി ഗോൾഡിന്റെയും സിൽവറിന്റെയും എക്സ്ട്രാക്ഷനും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് യൂസിങ് സയനൈഡ്. ഇതും ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. മെറ്റല് പിന്നീട് റീകവർ ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് വെച്ചിട്ടാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റിഡ്യൂസിങ് ഏജന്റ് ഏതാണ്? സിങ്ക് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റിഫൈനിങ് മെത്തേഡ് ആണ്. ഇംപ്യൂരിറ്റീസ് വെച്ചിട്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മെറ്റൽസിന്റെ എക്സ്ട്രാക്ഷൻ ആണ് നമ്മളിത് മെയിൻലി ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് ഡിസ്റ്റിലേഷൻ, ലിക്വേഷൻ, ഇലക്ട്രോളിസിസ്, സോൺ റിഫൈനിങ്, വേപ്പർ ഫേസ് റിഫൈനിങ് ആൻഡ് ക്രൊമറ്റോഗ്രഫിക് മെത്തേഡ്സ്. ഇപ്പോൾ ഡിസ്റ്റിലേഷൻ നമ്മൾ ലോ ബോയിലിംഗ് മെറ്റൽസിനാണ് യൂസ് ചെയ്യുന്നത്, ലൈക്ക് സിങ്ക് ആൻഡ് മെർക്കുറി. ഇവിടെ ഇംപ്യൂർ ആയിട്ടുള്ള മെറ്റൽ ഇവാപ്പറേറ്റ് ചെയ്യാണ് ടു ഒബ്റ്റെയിൻ പ്യുവർ മെറ്റൽ ആസ് ഡിസ്റ്റിലേറ്റ്. ദെൻ ലിക്വേഷൻ എന്താണ്? ഇവിടെയും ലോ മെൽറ്റിംഗ് മെറ്റൽസ് ലൈക്ക് ടിന്നിന്റെ കേസിലൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ടിൻ ക്യാൻ ബി മെയ്ഡ് ടു ഫ്ലോ ഓൺ എ സ്ലോപ്പിംഗ് സർഫസ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഹയർ മെൽറ്റിംഗ് ഇംപ്യൂരിറ്റീസിൽ നിന്ന് ഈ ഒരു ലോ മെൽറ്റിംഗ് മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. ദെൻ ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്ങിൽ എന്താണ്? ഇംപ്യൂർ മെറ്റലിനെ നമ്മൾ ആനോഡായിട്ട് വെക്കുന്നു ആൻഡ് കാഥോഡായിട്ട് നമ്മൾ എന്താണ് വെക്കുന്നത്? ആ ഒരു സെയിം മെറ്റലിന്റെ ഒരു പ്യുവർ ആയിട്ടുള്ള സ്ട്രിപ്പ് ഫോമിന് നമ്മൾ കാഥോഡായിട്ട് വെക്കുന്നു. ഇത് രണ്ടും നമ്മളൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രോലിറ്റിക് ബാത്തിൽ വെച്ചിട്ട് സോൾബിൾ ആയിട്ടുള്ള സോൾട്ടും വെച്ചിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മോർ ബേസിക് ആയിട്ടുള്ള മെറ്റൽ ആ ഒരു സൊല്യൂഷനിൽ തന്നെ റിമെയിൻ ചെയ്യുന്നു ആൻഡ് ലെസ് ബേസിക് ആയിട്ടുള്ള മെറ്റൽ എന്താണ്? ആനോഡ് മഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ കോപ്പർ നമ്മൾ റിഫൈൻ ചെയ്തെടുക്കുന്നത് ഇലക്ട്രോലിറ്റിക് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സിങ്കും നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് വെച്ചിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് സോൺ റിഫൈനിങ് ആണ്. ഈ ഒരു മെത്തേഡ് നമ്മൾ എപ്പോഴാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? വെൻ ഇംപ്യൂരിറ്റീസ് ആർ മോർ സോൾബിൾ ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ദാൻ ഇൻ സോളിഡ് സ്റ്റേറ്റ് ഓഫ് മെറ്റൽ. നമ്മളൊരു സർക്കുലർ ആയിട്ടുള്ള ഒരു മൊബൈൽ ഹീറ്റർ ഒരു എൻഡ് ഓഫ് റോഡിൽ വെച്ചിരിക്കുകയാണ് ഓഫ് ദി ഇംപ്യൂർ മെറ്റൽ. അപ്പൊ ഹീറ്ററിന്റെ കൂടെ തന്നെ ആ ഒരു മോൾട്ടൺ സോണ് മൂവ് ചെയ്യും ആൻഡ് ഈസ് മൂവ്ഡ് ഫോർവേഡ്. ഹീറ്റർ ഫോർവേഡ് മൂവ് ചെയ്യുന്ന സമയത്ത് പ്യുവർ ആയിട്ടുള്ള മെറ്റൽ ആ ഒരു മോൾട്ടൺ സ്റ്റേറ്റിൽ നിന്ന് ക്രിസ്റ്റലൈസ് ഔട്ട് ആവും ആൻഡ് ഇംപ്യൂരിറ്റീസ് പാസ് ഓൺ ഇൻ ടു ദി അഡ്ജസന്റ് മോൾട്ടൺ സോൺ. ഈ ഒരു പ്രോസസ് നമ്മൾ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും ആൻഡ് ഹീറ്റർ ഈസ് മൂവ്ഡ് ഇൻ ദി സെയിം ഡയറക്ഷൻ ആൻഡ് അറ്റ് വൺ എൻഡ് ഇംപ്യൂരിറ്റീസ് ഗെറ്റ് കോൺസെൻട്രേറ്റഡ്. ആ എൻഡ് നമ്മൾ കട്ട് ഓഫ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു മെത്തേഡ് നമ്മൾ സെമി കണ്ടക്ടറിന്റെ പ്രൊഡക്ഷൻ ലൈക്ക് ജെർമേനിയം, സിലിക്കണിന്റെ ഒക്കെ പ്രൊഡക്ഷൻ ആണ് നമ്മളിത് മെയിൻ ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് വേപ്പർ ഫേസ് റിഫൈനിങ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ മെറ്റലിനെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളറ്റൈൽ കോമ്പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ആൻഡ് ആ ഒരു വോളറ്റൈൽ കോമ്പൗണ്ട് ഡീകമ്പോസ് ആയിട്ട് നമുക്ക് പ്യുവർ ആയിട്ടുള്ള മെറ്റൽ കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് മോണ്ട് പ്രോസസ്. ഇത് നമ്മൾ നിക്കൽ റിഫൈനിങ്ങിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇവിടെ നിക്കൽ നമ്മൾ കാർബൺ മോണോക്സൈഡിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യിക്കുന്നു ആൻഡ് ഫോമിങ് എ വോളറ്റൈൽ കോംപ്ലക്സ് നോൺ ആസ് നിക്കൽ ടെട്രാ കാർബണൈൽ. ഈ കാർബണൈലിനെ നമ്മൾ വീണ്ടും ഹയർ ടെമ്പറേച്ചറിലേക്ക് സബ്ജക്ട് ഓഫ് ചെയ്തിട്ട് അത് ഡീകമ്പോസ് ആവുകയാണ് ടു ഗീവ് പ്യുവർ മെറ്റൽ. അപ്പൊ ഇതാണ് മോണ്ട് പ്രോസസ്. ഇനി ഇതേപോലെ തന്നെ വേറൊരു പ്രോസസ് ആണ് വാൻ ആർക്കൽ മെത്തേഡ്. ഇത് നമ്മൾ സിർക്കോണിയം അല്ലെങ്കിൽ ടൈറ്റാനിയത്തിന്റെ ഒക്കെ റിഫൈനിങ്ങിനാണ് ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്രൊമറ്റോഗ്രഫിക് മെത്തേഡ് ആണ്. അപ്പൊ അബ്സോർപ്ഷൻ റിക്വയർഡ് ആയിട്ടുള്ള കേസസിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം Al2O3 ഒക്കെ എക്സ്ട്രാക്ഷൻ നമ്മൾ ക്രൊമറ്റോഗ്രഫിക് മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പല ടൈപ്പ് ഓഫ് ക്രൊമറ്റോഗ്രഫിക് മെത്തേഡ്സ് ആണുള്ളത്, ലൈക്ക് പേപ്പർ ക്രൊമറ്റോഗ്രഫി, കോളം ക്രൊമറ്റോഗ്രഫി, ഗ്യാസ് ക്രൊമറ്റോഗ്രഫി ഒക്കെ. അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്രൊമറ്റോഗ്രഫിക് മെത്തേഡ്സ് നമുക്ക് ഓരോ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് അഡോപ്റ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് അലൂമിനിയം, കോപ്പർ, സിങ്ക്, അയൺ ഇതിന്റെയൊക്കെ യൂസസ് നമുക്ക് നോക്കാം. അലൂമിനിയം ഫോയിൽസ് നമ്മൾ റാപ്പേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് ഫുഡ് മെറ്റീരിയൽസിന്. ഓക്കെ, അലൂമിനിയം ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്രോമിയം, മാംഗനീസ് ഇതിന്റെയൊക്കെ എക്സ്ട്രാക്ഷനും നമ്മൾ ഈ ഒരു മെറ്റൽ യൂസ് ചെയ്യാറുണ്ട്. ഇനി പെയിന്റില്, ലാക്വേഴ്സിലൊക്കെ നമ്മൾ ഫൈൻലി ഡിവൈഡഡ് ഡസ്റ്റ് ഓഫ് അലൂമിനിയം മെറ്റൽ ആണ് യൂസ് ചെയ്യുന്നത്. അലൂമിനിയം വയേഴ്സ് നമ്മൾ ഇലക്ട്രിസിറ്റി കണ്ടക്ടേഴ്സിൽ യൂസ് ചെയ്യാറുണ്ട്. ദെൻ കോപ്പർ വയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി
പർപ്പസ് ഏരിയാസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ വാട്ടർ ആൻഡ് സ്റ്റീം പൈപ്പ് മേക്കിങ്ങിലും നമ്മൾ കോപ്പറാണ് യൂസ് ചെയ്യുന്നത്. സിങ്ക് നമ്മൾ അയൺ ഗാൽവനൈസേഷനിൽ യൂസ് ചെയ്യാറുണ്ട്. ഓൾസോ ബാറ്ററീസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അലോയ് മേക്കിങ്ങിൽ യൂസ് ചെയ്യാറുണ്ട്. സിങ്ക് ഡസ്റ്റ് ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്, അത് നമ്മൾ ഡൈ സ്റ്റഫിൽ പെയിന്റിലൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കാസ്റ്റ് അയൺ നമ്മൾ സ്റ്റൗ കാസ്റ്റിങ്ങിന്, അതുപോലെ തന്നെ റെയിൽവേ സ്ലീപ്പേഴ്സിൽ, ഗട്ടർ പൈപ്സിൽ, ടോയ്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ കാസ്റ്റ് അയൺ നമ്മൾ റോട്ട് അയൺ ആൻഡ് സ്റ്റീലിന്റെ മാനുഫാക്ചറിങ്ങിലും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ നിക്കൽ സ്റ്റീൽ നമ്മൾ കേബിൾ മേക്കിങ്ങിൽ, ഓട്ടോമൊബൈൽസിൽ, പെൻഡുലത്തിൽ, ക്രഷിംഗ് മെഷീൻസിൽ, ഓട്ടോമൊബൈൽസിൽ, യൂട്ടൻസിൽസിൽ എല്ലാത്തിലും തന്നെ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് നിക്കൽ സ്റ്റീൽ. ഓക്കെ, സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിലെ നമ്മുടെ ടോപ്പിക്സ്. താങ്ക് യു.